100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് കള്ള് മേടിച്ച് കമ്പനി കൂടാൻ ഈ വീട്ടിലേക്ക് വരരുതെന്ന്. നിനക്ക് കള്ളു കുടിക്കണെങ്കിലേ നിന്റെ വെമ്പ്രോത്ര വീട്ടിൽ പോയി കുടിക്കണ. അമ്മേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഒന്നും പറയണടാ, എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോയടാ. അമ്മേ എന്താടി എന്താ ഇത്? എടി രാജീവൻ കള്ളുകൂടി നിർത്തിയാലേ പിന്നെ ഇവന്മാരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോളെ എന്റെ അച്ഛനാണത്. അമ്മ ആദ്യമായിട്ടാ കാണുന്നത്. അയ്യോ മോളെ, എനിക്ക് മനസ്സിലായില്ല. ആ തായിങ്ങട്. താങ്ക് യു. അമ്മ ഇടയ്ക്ക് ഇങ്ങനെയാ, ഇത്തിരി വയലന്റ് ആവും. മോളെ മോളുടെ നെറ്റിക്കെന്താ പറ്റി? ഇതോ അത് ഇന്നലത്തെ അമ്മയുടെ ഒരു കലാപരിപാടിയാ. 2 സ്റ്റിച്ച്. അച്ഛൻ കേറി വാ. എന്ത് പറ്റി അച്ഛാ? ഒന്നുമില്ല മോളെ, നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അച്ഛന്. എന്റെ അവസ്ഥക്ക് എന്തു പറ്റി? ഇതൊക്കെ ഒരു രസമല്ലേ? അച്ഛൻ ആലോചിക്കായിരുന്നു മോളെ വീട്ടിലോട്ട് കൊണ്ടുപോയാലും. അതൊന്നും ശരിയാവില്ല അച്ഛാ. ഇവിടെ ആവുമ്പോ എന്നെ അറിയണവരൊക്കെ കുറവാ. അവിടെ വന്ന എല്ലാവരുടെ സ്നേഹവും സഹതാപവും അതൊന്നും ശരിയാവില്ല അച്ഛാ. മോളെ ഈ കുഴിയിലേക്ക് തള്ളിയിട്ടത് അച്ഛനാണെന്ന് ഓർക്കുമ്പോഴാ. ഇത് കുഴിയോ? പണ്ട് സനലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ അതാണ് കുഴിന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ ആയിത്തീരുമെന്ന് അച്ഛനെ അറിയില്ലായിരുന്നല്ലോ മോളെ. മറ്റേത് എങ്ങനെയാവുന്നും നമുക്ക് അറിയില്ലായിരുന്നല്ലോ അച്ഛാ. അല്ല മോളെ, ഇന്ന് രാജുവിന്റെ ആണ്ട് ദിവസമല്ലേ? വഴിപാടുകളും ചടങ്ങുകളൊക്കെ നടത്തിയോ? എന്തിന്? ജീവിച്ചിരുന്നപ്പോ ആ മനുഷ്യൻ എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഒന്നും ചെലവാക്കിയിട്ടില്ല. എല്ലാം കുടിച്ചു തീർത്തു. ഇപ്പോ രാജീവേട്ടന്റെ അമ്മേനെ ഞാൻ പൊന്നുപോലെ നോക്കണില്ലേ? ആ പുണ്യം മതി എനിക്ക്. അതുപോരെ? ഞാൻ മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ ഈ കല്യാണത്തിന്. ദേഷ്യമുണ്ടോ നിനക്ക്? ദേഷ്യമുണ്ട്, നല്ല ദേഷ്യമുണ്ട്. അച്ഛനോടല്ല കേട്ടോ, എന്നോട് തന്നെ. അന്ന് ഇറങ്ങിപ്പോവാൻ ധൈര്യം കാണിക്കാത്തതിന്. ഞാനന്ന് ഇറങ്ങിപ്പോയായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം തന്നെ മാറിപ്പോയിരുന്നേന്, അല്ലേ അച്ഛാ? ശരി മോളെ. ശരി അച്ഛാ. എടി സൗമ്യേ, നീ എവിടെ പോണ്? എനിക്ക് വിശക്കണു. ചോറെടുത്ത് വെക്കേ. ഇപ്പൊ തരാം. അച്ഛൻ പൊക്കോ. അമ്മ അടുത്ത് കൊട്ടേഷൻ പിടിച്ചു. പണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്ന ആളായിരുന്നു. എങ്ങനെ മോളെ ചിരിച്ചുകൊണ്ട് നിനക്കിതൊക്കെ? അതെ, പലരും ചിരിക്കുന്നത് സന്തോഷം കൊണ്ടൊന്നും അല്ല അച്ഛാ. നമ്മുടെ സങ്കടം മറ്റുള്ളവർ കാണണ്ടെന്ന് വെച്ചിട്ടാ. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. അച്ഛൻ പൊക്കോ.